ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാനിപൂരിയുടെ റെസിപ്പി ആയാലോ. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതും പുറത്തു നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റോടെ നമുക്കിനി ഹൈജീനിക്കായിട്ട് തന്നെ കൊടുക്കാമല്ലോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണ്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്കിതിൻ്റെ പൂരിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിത് 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിലിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത്, വെള്ളം കുറേശ്ശേ ചേർത്ത് കൊടുത്ത് ഇത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുക്കണം. ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റും, നമ്മൾ ഉണ്ടാക്കുന്ന പൂരിക്ക് നല്ല ടേസ്റ്റുമുണ്ട്. ഒരു ദിവസം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കും, പിന്നെ അവർ പുറത്തുനിന്നും കഴിക്കത്തില്ല. ഇപ്പോൾ ഇത്രയും മതി. ഇത് നമ്മൾ മൂടി വെച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പാനി തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ക്ലീൻ ആക്കി വെച്ച മല്ലിയിലിട്ട് കൊടുക്കുക. ഞാൻ 2 കപ്പ് മല്ലിയിലാണ് എടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് പുതിന ഇട്ട് കൊടുക്കുക. പിന്നെ ക്രഷാക്കി വെച്ച 1 ടീസ്പൂണ് ഇഞ്ചി, 1-2 പച്ചമുളക്, 1 ടേബിൾ സ്പൂണ് ലെമൺ ഡ്രോപ്സ്, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല തിക്കായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു ബൗളിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ടാമറിൻ പൾപ്പ്, കുതിർത്ത് വെച്ച പുളിവെള്ളം, നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളമാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നേരത്തെ അരച്ച് വെച്ച ഗ്രീൻ ചട്നി ചേർത്ത് കൊടുക്കുക. പിന്നെ 2-3 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. പിന്നെ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, അത് ഒരു 3 ടീസ്പൂണ് ചേർക്കാം. പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ചാട്ട് മസാല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ നല്ല എരിവ് വേണമെങ്കിൽ ആദ്യം അരക്കുമ്പോൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാജി തയ്യാറാക്കാം. ഞാനിവിടെ വേവിച്ച് വെച്ച 7 പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കുക. അങ്ങനെ ഉടച്ച് ഒരു മാഷാക്കി വെക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർക്കാം. പിന്നെ 1-2 പച്ചമുളക് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതേപോലെ 2 ടീസ്പൂണ് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണ് ചാട്ട് മസാല, 1 ടീസ്പൂണ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് നേരത്തെ അരച്ച് വെച്ച ഗ്രീൻ ചട്നി, ഒരു 1/4 കപ്പ് ടാമറിൻ പൾപ്പ്, നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം. പുളിവെള്ളം എന്ന് പറയുന്നത് പുളി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ മതി. അതിൻ്റെ നല്ല തിക്കായിട്ടുള്ള വെള്ളമാണ് ഈ ടാമറിൻ പൾപ്പ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച പൂരിക്കുള്ള മാവൊന്ന് പരത്തിയെടുക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു സൈസിലുള്ള ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നല്ലോണം തിന്നായിട്ടും പരത്തണ്ട, അതേപോലെ നല്ല കട്ടിക്കും പരത്തണ്ട. ആ ഒരു മീഡിയം കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഇത് നമുക്ക് നമ്മുടെ പാനി പൂരിയുടെ ആ ഒരു പൂരിയുടെ വലുപ്പത്തിൽ ഒന്ന് കട്ടാക്കി എടുക്കണം. ഇതുപോലെ ചെറിയൊരു ബൗളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് കട്ടാക്കി എടുത്താൽ മതി, ഈ ഒരു ഷേപ്പിൽ. എന്നിട്ടിത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി മാവും അങ്ങനെ പരത്തി ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പൊങ്ങി വരണം. ഇതൊരു ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ.
എന്നിട്ട് നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ മാവും ഇങ്ങനെ പരത്തി ചുട്ടെടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത്രയോ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് പകുതിയാക്കിയാൽ മതി. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പാനിപൂരിയാണ്. താങ്ക് യു.